എങ്ങനത്തെ സാധ്യത ബിരിയാണി? സബീലിന്റെ മുന്നിലൊരു വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു ചെറിയൊരു തുടക്കമാണ് ഇവിടെ. അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഈ യാത്രയിലൂടെ സഫലമാകട്ടെ എന്ന് വളരെ ഹൃദയപൂർവ്വം, അല്ലെങ്കിൽ എന്തായാലും വേറൊരു വീട് വിനീതമായിട്ട് താഴ്മയോടുകൂടെ അപ്പോൾ വൈകിയ വേളയിൽ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിപ്പണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഒരു യാത്ര, ഒരു ചെറിയൊരു ഫ്ലാഗ് ഓഫ് മീറ്റ് പോലൊരു സംഭവം സെറ്റ് ചെയ്താണ്. അപ്പോൾ കൊറോണയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയ കാരണം രാത്രികൾക്ക് മാറ്റിവെച്ചു. അപ്പോൾ നാട്ടിൽ നമ്മുടെ ഈ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ ഇതിനുവേണ്ടി സഹകരിച്ച് നമ്മുടെ കൂടെ നിന്ന നമ്മുടെ നാട്ടിലെ എല്ലാ ചങ്ക് ബഡീസിനും 1000 നന്ദി. ഇങ്ങനെ ഒരു സംഭവം ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിനുണ്ട് നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സിൻ്റെ വലിയൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവരെല്ലാവരും വിളിച്ച് നമ്മളൊരു ചെറിയൊരു പാർട്ടി, ഒരു ബിരിയാണിയൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു പാർട്ടിയൊക്കെ വെച്ചു. രാത്രി ആയതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക, ഒരു നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ഉള്ളേരിയക്ക് കിടന്ന് ഒരു ചെറിയൊരു ഏരിയയിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ സെറ്റ് ചെയ്തു കഴിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ചെറിയൊരു കേക്ക് മുറി സെലിബ്രേഷൻ ഉണ്ട്. ഒന്ന് നമ്മുടെ വണ്ടി ഇത്രയും നല്ല രീതിയിൽ പണിയെടുപ്പിച്ച് നമ്മളൊരു യാത്രയ്ക്ക് ഒരുങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം. അതേപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മൾ പാകിസ്ഥാനിലായതുകൊണ്ട് അത് നമുക്ക് ഇവരെ കൂട്ടത്തിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കൂടാതെ നമ്മുടെ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. അപ്പോൾ അത് എല്ലാം കൂടി നമ്മൾ അതിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാണ്. കാരണം എങ്ങനത്തെ സാധ്യത ബിരിയാണി? ഇയ്യനല്ലേ ഉണ്ടാക്കി? പൊളി. ഇതെല്ലാം കണ്ട് ബിരിയാണി സാറ് ശരിയാക്കിടാ. നോക്കല എങ്ങണ്ട്? അതിന്റെ പ്രിപ്പറേഷനാണ്. ഇവിടെ ആരാണ് വിളമ്പുന്ന ആൾക്കാർ? ചിക്കൻ ബിരിയാണി ഉണ്ട്, ചെമ്പറുണ്ട്, എല്ലാം ഉണ്ട്. വേണ്ട കുറച്ച് കേട്ടെ. അടുത്ത റൈസ് വാങ്ങാണല്ലോ. അതോ മതിയടാ, കുറച്ച് കഴിച്ചടാ. ഞാൻ ഇവിടെ പണിയില്ല. തവണ ജീരകസാല മേടിച്ചു കൊടുത്തിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം പറയാണ് ബിരിയാണി നന്നായിക്കണേന്ന്. ഇതിന്റെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് പെട്രോൾ ലാഭിക്കട്ടോ. ഇതിന്റെ മുന്നില് എത്രത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു നല്ലൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് വിപ്ലവാത്മകരമായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങുന്നത്. ലോകം മുഴുവൻ ചുറ്റിക്കാണണം എന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് ആദ്യം ഇന്ത്യയെ ചുറ്റിക്കണ്ട് അതിനുശേഷം സ്വന്തമായിട്ട് ഒരു കാറ് മേടിച്ചു, അതിലൊരുപാട് മാറ്റങ്ങൾ വരുത്തി, ഒരുപാട് സൗകര്യങ്ങൾ കൊടുന്നു.
ഇന്ത്യയിലെ തന്നെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് ഒരു മാതൃക എന്നുള്ള രീതിയിൽ ഒരുപാട് സൗകര്യങ്ങൾ അതിലൊരുക്കി. ഇത്രയും പ്രതിഭയുള്ള ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് തന്നെ അതൊരു ആശ്ചര്യമാണ്. തീർച്ചയായും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സെബീല എൻ്റെ കൂട്ടുകാരനാണ്. നമ്മുടെ ഇടയിൽ വളരെ സാധാരണ ഒരാളായിട്ട് ജീവിച്ച ഒരാളാണ്. പക്ഷെ അവൻ്റെ പ്രവർത്തനങ്ങൾ ശരിക്കും അസാധാരണമാണ്. ആൻഡ് നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ സെബീൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സെബീലിനെ നമുക്ക് കിട്ടിയെന്നതിൽ നമ്മുടെ നാടും നമ്മളെല്ലാവരും ആദ്യമായിട്ടും നമ്മൾ വളരെയധികം സന്തോഷിക്കണമായിരുന്നു. ഓക്കെ, നമ്മുടെ ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു സെബീലിനെ കിട്ടിയെന്നത്. അപ്പോൾ സെബീലിൻ്റെ മുന്നിലൊരു വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു ചെറിയൊരു തുടക്കമാണ് ഇവിടെ. ഈ ഒരു തുടക്കം ഒരു വൻ വിജയത്തിലേക്കുള്ള ഒരു ചെറിയ കാൽവെപ്പാവണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അത് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാർട്ടി ഇന്നോട് അറേഞ്ച് ചെയ്തു. അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. സെബീലിന് എല്ലാ ഭാവുകങ്ങളും, സെബീലിൻ്റെ എല്ലാ യാത്രകളും മംഗളകരമായി അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ആരെങ്കിലും ആഗ്രഹിച്ചാ പറഞ്ഞു. പ്രിയ സുഹൃത്തിന് എല്ലാവിധ ആശംസകളും ഭാവിയിലേക്കുള്ള യാത്ര. അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടിപ്പണി ഏകദേശം തീർന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു നിമിഷമാണ് എൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സംഭവം മനസ്സിൽ തോന്നിയിട്ട് അതിനെ ഇത്രയും നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയത് നമ്മുടെ നാട്ടിലെ എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി നന്ദി പറയാനുണ്ട്. എല്ലാ രീതിയിലും അവർ എന്താ പറയുക, നാട്ടിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർ നമ്മളിങ്ങനെ ചെറിയൊരു ഐഡിയ ആയിട്ട് ആരെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ അതിനെ പല രീതിയിലും തളർത്താനാണ് എല്ലാവരും നോക്കാറ്. പക്ഷേ ഇവിടെ നമുക്ക് എല്ലാവരും എല്ലാ അർത്ഥത്തിലും നാട്ടുകാരായിട്ടും ഫ്രണ്ട്സായിട്ടും വീട്ടുകാരായിട്ടും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മുടെ ഒരു ടൂൾസോ അല്ലെങ്കിൽ മെഷീനോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ഒരു മെക്കാനിസമോ അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്ത ചുമ്മാ ഒരു ഐഡിയ നമ്മളൊരാളോട് സംസാരിച്ച് അത് ഇതേ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് പല ആൾക്കാരും പല രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ട് ആണിപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കുഞ്ഞ് കാറിനകത്ത് ഇത്രയും ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ സൂചകം എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങാനായിട്ട് മുന്നേ അവരെ എല്ലാവരും വിളിച്ചിരുത്തി ഒരു കുഞ്ഞു പാർട്ടി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളൊന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും എല്ലാത്തിനും എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സെബീലിന് ഈ യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. മാത്രമല്ല എല്ലാവിധ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഈ യാത്രയിലൂടെ സഫലമാകട്ടെ എന്ന് വളരെ ഹൃദയപൂർവ്വം അല്ലെങ്കിൽ എന്തായാലും വേറൊരു വീട് വിനീതമായിട്ട് താഴ്മയോടുകൂടെ ആശംസകൾ നേരാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഒറ്റക്ക് ചെയ്യണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നേ. അപ്പൊ വണ്ടി പണിയെടുത്ത് നമ്മള് പുറത്തിറങ്ങണതിന്റെ ഒരു ഫ്ലാഗ് ഓഫും അതിന്റെ ഒരു മീറ്റും ഒരു ചെറിയ പാർട്ടിയാണ് വെച്ചത്. അപ്പൊ ഇത് നമ്മുടെ ഫ്രണ്ട്സിന്റെ വകയുള്ള ഒരു സർപ്രൈസ് ആണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഒരു നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ബർത്ത്ഡേയുടെ ആള് കേക്ക് ഫ്ലാഗ് ഓഫിന്റെ അല്ല, ബർത്ത്ഡേയുടെ ആള് ഞങ്ങൾക്ക് പറയണോ? ഇത് ഞങ്ങളുടെ കുഞ്ഞുബാബിയുടെ ബർത്ത്ഡേ ഇടുന്ന അതിന്റെ കേക്കാണിത്. പക്ഷെ വേറൊരു കാര്യം പറയാണ്ട്, പൈസ ഇല്ലാത്തോണ്ട് ചെറുതാ മേടിച്ചോളൂ. ബാബി പൈസ അയച്ചിട്ട് വലിയ കേക്ക് മേടിപ്പിക്കണം. അപ്പൊ അങ്ങനെ തന്നെ ആ ആളുടെ എന്തിലും കുഞ്ഞൂസിന്റെ നമ്മള് കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പൊ റെഡി? ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞു. ഒരു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞു. ഞാൻ കുഞ്ഞുന്നുണ്ട് വിചാരിച്ചോ? സന്തോഷം കുട്ടിക്ക്. ഒരു
ഇതെന്ത് കൊട്ടപത്രം കട്ടിമതി പോവാ ഏറ്റവും വലിയ ചെറിയവർക്കും കൊടുക്കണം. ഏറ്റവും ചെറിയ ബാബി നമ്മള് മുഖത്ത് നോക്കിട്ട് നുണ പറയാന്ന് വിചാരിക്കരുത്. ഇല്ലല്ല ഞാൻ പറഞ്ഞില്ല എത്ര ആളുണ്ടാ? എത്ര ആളുണ്ട്? 10 ആളാ? സെബിലിനെ കഴിഞ്ഞു. ഞാനോ അതെ ഞാൻ ഫുൾ കൊടുത്തു. എനിക്കെന്താ ഒരാളെടുക്ക്. ഇതെന്താ സെബില കാണിക്കണത്? ഇതെടുക്കടാ. അന്റെ ഇതാണെങ്കിൽ കുഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ ഭാവിയല്ലേ, ഞങ്ങൾക്കില്ല ഇതിൽ തിന്നാനുള്ള ആഗ്രഹം. എടുക്കല്ലടാ. അയ്യോ തിന്നടാ. ഇനി എത്ര ആൾക്ക് കിട്ടുന്നുണ്ട്? ഇനി എത്ര ആൾക്കുണ്ട്? ഇനി ഇവിടെ ജലീലുണ്ട്. ഇതാ ജലീൽ എടുക്ക്. ഫുൾ ആയിട്ട് എടുത്തോട്ടാ. ഇനി എത്ര ആളുണ്ട്? ഇനി എത്ര ആളുണ്ട്? എടുക്കടാ എടുക്കടാ.